രാഷ്ട്രീയവും വർഗീയവുമായിട്ടുള്ള എല്ലാ അന്ധതയ്ക്കും മേൽ ശക്തമായി പ്രതികരിക്കുന്ന എല്ലാ മനുഷ്യർക്കും നല്ല നമസ്കാരം. 2017 സെപ്റ്റംബർ 5 വൈകിട്ട് 8 മണിയോടടുപ്പിച്ച് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തതിന് ശേഷം ബാംഗ്ലൂരുവിലെ രാജരാജേശ്വരി നഗറിലുള്ള സ്വന്തം വീടിന്റെ ഗേറ്റ് കടന്ന് വീടിനുള്ളിലേക്ക് കയറാൻ ഒരുപെടുകയായിരുന്ന ഗൗരി ലങ്കേഷിന് അറിയില്ലായിരുന്നു തന്നെ കാത്ത് അവിടെ മുന്നേ വന്ന് തമ്പടിച്ചിരുന്ന ആ 3 വെടിയുണ്ടകളെ കുറിച്ച്. പക്ഷെ അവർക്കൊന്നറിയാമായിരുന്നു, താൻ ശബ്ദമുയർത്തുന്നത്, തന്റെ വിമർശനത്തിന്റെ മുനകൾ എയ്യുന്നത് തീവ്രമായിട്ടുള്ള വലതുപക്ഷ വർഗീയതയ്ക്കെതിരെയാണെന്ന്. തന്റെ ആശയങ്ങളെ നേർക്കുനേർ അഭിമുഖീകരിക്കുവാൻ ആ വർഗീയ ആശയങ്ങൾക്ക് സാധിക്കുകയില്ലെന്ന്. അത്തരത്തിലുള്ള ഇരുട്ടിന്റെ പ്രത്യയശാസ്ത്രങ്ങളെ തുറന്നു കാട്ടുവാൻ തന്റെ മരണം കൊണ്ടെങ്കിലും തനിക്ക് സാധിക്കുമെന്ന്. ഗൗരി ലങ്കേഷിന്റെയും നരേന്ദ്ര ദബോൽക്കറുടെയും ഒക്കെ ക്രൂരമായ കൊലപാതകങ്ങളെ വേണ്ട വിധത്തിൽ വേണ്ട ഞെട്ടലോട് കൂടിയാണോ നമ്മുടെ ഇന്ത്യൻ സമൂഹം സ്വീകരിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് ഗൗരിയുടെ 7ാം ചരമവാർഷികത്തോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള ഒരു തോന്നലല്ല. ഈ ഒരു മോദി ഭരണം തുടങ്ങിയ ആ നാൾ തൊട്ട് ഇന്നോളം വരെ ഞാൻ അനുഭവിക്കുന്ന രാഷ്ട്രീയമായ അരക്ഷിതാവസ്ഥയിൽ നിന്നുണ്ടായ തോന്നലാണ്. സംഘപരിവാർ ഒരു അരിവാൾ കണക്കിന് നമ്മുടെ എല്ലാ തലയ്ക്കുമേൽ തൂങ്ങി നിൽക്കുന്നു എന്ന കാര്യത്തെ കുറിച്ചുള്ള തിരിച്ചറിവുണ്ടായതിൽ പിന്നെയാണ് എനിക്ക് ഈ തോന്നലുണ്ടായത്. ഗൗരിയുടെ മരണം ഒരു ഓർമ്മപ്പെടുത്തലാണ്. നാളെ എന്റെയും നിങ്ങളുടെയും വീടുകളുടെ കഥകിൽ വന്ന് നിൽക്കുന്ന വെടിയുണ്ടകളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ. ഒരു പശുവിന്റെ മരണത്തെ ചൊല്ലി മനുഷ്യരെ പച്ചയ്ക്ക് കൊല്ലാൻ മടിയില്ലാത്ത ഒരു സമൂഹമുള്ള ഈ രാജ്യത്തിന്റെ നീതിബോധത്തോടൊന്നാകെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മരിച്ചിട്ട് അല്ല, കൊന്നിട്ട് 7 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഗൗരി ലങ്കേഷിന് നീതി കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? അരക്ഷിതരായ മനുഷ്യർക്ക് വേണ്ടി, അനീതി അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി, സ്വന്തം പത്രസ്വാതന്ത്ര്യത്തിനു വേണ്ടി അങ്ങേയറ്റം ഊർച്ചയുള്ള വാക്കുകൾ കൊണ്ട് ശരങ്ങളെയ്ത ഒരു സമൂഹത്തിന്റെ ഒന്നാകെ സുരക്ഷയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടിയ ഗൗരി ലങ്കേഷിന് നീതി കൊടുക്കുവാൻ നിങ്ങൾക്കായിട്ടുണ്ടോ? ഇല്ല എന്നതാണ് വസ്തുത. 2017 സെപ്റ്റംബർ 5 നടന്ന ആ കൊലപാതകത്തിന്റെ മുഖ്യ സൂത്രധാരനെ 2018 മാർച്ചിലാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചത്, ഹിന്ദു യുവസേന നേതാവായിട്ടുള്ള നവീൻ കുമാറിനെ. എന്നാൽ അതുകൊണ്ടും നിങ്ങൾക്ക് യഥാർത്ഥ പ്രതികളുടെ അയലത്ത് പോലും എത്തുവാൻ സാധിച്ചെന്ന് പറയാൻ സാധിക്കില്ല. ഈ കൊലപാതകം ഒരു സംഘടിതമായ കുറ്റകൃത്യമാണെന്നിരിക്കെ ഹിന്ദു യുവസേന പ്രവർത്തകനായ നവീൻ കുമാറിന് അറസ്റ്റിലാകുന്നു. അതോടൊപ്പം തന്നെ സനാതൻ സംസ്ഥ, ശ്രീരാം സേന എന്നിവരുടെ പ്രവർത്തകരും ഈ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഇവർക്കിടയിൽ നിന്ന് 7.65 mm പിസ്റ്റളാണ് ഉപയോഗിച്ചിരുന്നത് ഈ കൊലപാതകത്തിന് വേണ്ടിയിട്ടെന്ന് പോലീസിന് കണ്ടെത്തുവാൻ സാധിച്ചു. 1 വർഷം കൊണ്ട് ഗൗരി ലങ്കേഷ് കൊലപാതകത്തിലെ പ്രധാന പ്രതികളായിട്ടുള്ള 17 പേരെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. എന്നാൽ പിന്നീടുണ്ടായിട്ടുള്ള 7 വർഷങ്ങളിൽ 530 സാക്ഷികളുള്ള ഈ കേസിൽ ഇതുവരെയും വിസ്തരിച്ചിട്ടുള്ളത് വെറും 137 പേർ മാത്രം. അത് പറയുന്നത് ഇനിയും ഈ അന്വേഷണത്തെ, ഈ ഒരു വിശദീകരണത്തെ, ഈ ഒരു വിചാരണയെ നീട്ടി കൊണ്ടുപോകുവാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുവെന്നാണ്. BJP ഗവൺമെന്റ് കർണാടകത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ഗൗരി ലങ്കേഷ് കൊലപാതകത്തിലുള്ള ആ ഒരു വിചാരണ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി നടന്നിരുന്ന പ്രൊസീഡിങ്സ് എല്ലാം വളരെ മന്ദഗതിയിലായി. എന്നാൽ പിന്നീട് സിദ്ധരാമയ്യ ഗവൺമെന്റ്, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കർണാടകയിൽ അധികാരത്തിലേറിയിട്ടും ഈ ഒരു കേസിന് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് വിചാരണ കോടതിയിലേക്ക്, അതിവേഗ വിചാരണ കോടതിയിലേക്ക് മാറ്റുവാൻ ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെയായിട്ടും അങ്ങനെ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുവാൻ കോടതികൾക്ക് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അച്ഛൻ P ലങ്കേഷിൽ നിന്ന് കിട്ടിയ മാധ്യമ പാരമ്പര്യത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് കന്നഡ മാധ്യമ രംഗത്ത് ഇന്ത്യൻ ജേർണലിസത്തിന്റെ ഭൂപടത്തിൽ തന്റേതായിട്ടുള്ള വ്യക്തിമുദ്രകൾ പതിപ്പിച്ച ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു, മാധ്യമ പ്രവർത്തകയായിരുന്നു ഗൗരി ലങ്കേഷ്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിനെ തുടർന്ന് രാജ്യത്തെമ്പാടും ഉണ്ടായിട്ടുള്ളത് അങ്ങേയറ്റം പ്രതിലോമകരമായിട്ടുള്ള വർഗീയമായ ഉണർവായിരുന്നു. ഈ ഒരു വർഗീയതയെ പ്രതിരോധിക്കുവാൻ പ്രതിജ്ഞാബദ്ധമായിരുന്നു ഗൗരി ലങ്കേഷും അവരെ പോലുള്ള മറ്റ് ഇടത് ചിന്തകരും, ഇടത് ആക്ടിവിസ്റ്റുകളും, ജേർണലിസ്റ്റുകളും. കർണാടകയിലെ ചിക്കമംഗ്ലൂരിലെ ബുദ്ധൻഗിരിയിൽ സ്ഥിതി ചെയ്യുന്ന സൂഫി കേന്ദ്രമായിട്ടുള്ള ബാബു ബുദ്ധൻ ദർഗയെ ഹിന്ദുത്വവൽക്കരിക്കുവാനുള്ള ശ്രമങ്ങളെ ചെറുത്ത ഉറച്ച ശബ്ദമായിരുന്നു ഗൗരി ലങ്കേഷ്. ഇതോടെയാണ് ഇവർ ഹിന്ദുത്വ വർഗീയവാദികളുടെ കണ്ണിലെ കരടായി മാറുന്നത്. ഉമാഭാരതി അടക്കമുള്ള വർഗീയ വിഷം തുപ്പുന്ന ഹിംസ ജന്തുക്കൾക്കെതിരെ
ഗൗരി ലങ്കേഷ് നടത്തിയ നിയമ നടപടികളും പ്രത്യേക പരാമർശം അർഹിക്കുന്നതാണ്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ സ്വന്തം ജേർണലിസം കരിയർ തുടങ്ങിയ ഗൗരി ലങ്കേഷ് പിന്നീട് അച്ഛന്റെ മരണത്തോടുകൂടി ലങ്കേഷ് പത്രിക എന്ന ഒരു ടാബ്ലോയിഡ് മാഗസിന്റെ ചുമതല ഏറ്റെടുക്കുന്നു. എന്നാൽ പിന്നീട് സ്വന്തം സഹോദരനായിട്ടുള്ള ഇന്ദ്രജിത്തുമായിട്ടുണ്ടായ പല അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന്, പല സംഘർഷങ്ങളെ തുടർന്ന് അവർ മറ്റ് 50 പേരുടെ, സ്വന്തം സുഹൃത്തുക്കളായ മറ്റ് 50 പേരുടെ സഹായത്തോടെ ഗൗരി ലങ്കേഷ് പത്രിക എന്ന ടാബ്ലോയിഡ് മാഗസീനുമായി രംഗത്ത് വരുന്നു. ഇതോടെയാണ് അവർ തന്റെ പ്രവൃത്തി മണ്ഡലമായ ജേർണലിസത്തെ കുറെ കൂടി ശക്തമായി സമൂഹത്തിന്റെ പുനർനിർമ്മിതിക്ക് വേണ്ടി ഉപയോഗിക്കാൻ നോക്കുന്നത്. എതിർചേരിയിലുള്ള ഹിന്ദുത്വ വർഗീയവാദികൾ ഗൗരി ലങ്കേഷിനെ എപ്പോഴും ഒരു അർബൻ നക്സലായിട്ടാണ് കണ്ടിരുന്നത്. ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം നക്സലിസമായി ചിത്രീകരിക്കുന്ന രീതിയായിരുന്നു ഈ ഹിന്ദുത്വവാദികൾക്കുണ്ടായിരുന്നത്. എന്നാൽ നക്സലൈറ്റുകളുമായി സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അവരെ നക്സലിസത്തിന്റെ വഴിയിൽ നിന്നും മാറ്റി ജനാധിപത്യവാദികളാക്കി മാറ്റുന്ന കാര്യത്തിൽ ഗൗരി ലങ്കേഷ് നടത്തിയ ഇടപെടലുകൾ ഒട്ടും വില കുറച്ച് കാണാൻ സാധിക്കുന്നതല്ല. ഗൗരി ലങ്കേഷിന്റെ കൊലപാതകം എന്നത് വർഗീയ ഇന്ത്യയിൽ ഹിന്ദുത്വവാദികൾ നേടിയ ഒരു വിജയമായിരുന്നു. എന്നാൽ അവരുടെ വിജയങ്ങളെയെല്ലാം അട്ടിമറിക്കും വിധത്തിൽ പിന്നീട് ഇന്ത്യയുടെ സർവകലാശാലകളിൽ, ഇന്ത്യയുടെ പൊതുനിരത്തുകളിലെല്ലാം ഐ ആം ഗൗരി എന്ന പ്ലക്കാർഡുകളുമായിട്ട് ഇന്ത്യയുടെ ഭാവി തലമുറ രംഗത്ത് വരുന്ന കാഴ്ച നമുക്ക് മറക്കാൻ കഴിയുന്നില്ല. അവരിലാണ് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ ഭാവി ഒളിഞ്ഞു കിടക്കുന്നത്. അവരിലാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എമ്പാടും വലമുറയിട്ട് നിൽക്കുന്നത്. അവരാണ് ഭാവിയിൽ നമ്മുടെ ഗൗരി ലങ്കേഷ്മാരായി പുനർജനിക്കാൻ പോകുന്നത്.